ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തമിഴ്നാട്ടിലെ ഒരു മാരേജ് റിസപ്ഷനായിട്ട് പോവുകയാണ്. ചെങ്കോട്ടയിലെ ഇളത്തൂർ എന്ന ഗ്രാമത്തിൽ വെച്ചിട്ടാണ് മാരേജ് റിസപ്ഷൻ വെച്ചിരിക്കുന്നത്. എൻ്റെ സ്വന്തം വല്യമ്മയുടെ മകൻ്റെ മാരേജ് റിസപ്ഷനാണ്. കല്യാണം തഞ്ചാവൂർ വെച്ചിട്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് റിസപ്ഷൻ വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഇനി വരാനുള്ള ദൂരം കാരണം എല്ലാ ബന്ധുക്കളും വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് റിസപ്ഷൻ വെച്ചേക്കുന്നു. കൊല്ലം ടു ചെങ്കോട്ട വരേക്ക് നമ്മൾ ട്രെയിനാണ് ബുക്ക് ചെയ്തത്. വീട്ടിൽ നിന്നും കൊല്ലം വരെ ബസ്സിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് കൊല്ലത്ത് നിന്ന് ട്രെയിനിൽ കയറി ചെങ്കോട്ടയിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഓട്ടോയിലാണ് നമ്മൾ ആ ഗ്രാമത്തിലേക്ക് പോയത്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് തുരങ്കങ്ങളുണ്ടായിരുന്നു. അതിലൊരു തുരങ്കമാണിത്. 2 മിനിറ്റോളം സമയം നമ്മൾ ഈ തുരങ്കത്തിലൂടെ സഞ്ചരിച്ചു. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ തുരങ്കത്തിലൂടെ ട്രെയിനിൽ സഞ്ചരിച്ച് പോകുന്നത്. അതിൻ്റെ ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന പിള്ളേർ കൂവി വിളിക്കുന്നുണ്ടായിരുന്നു ട്രെയിനിലിരുന്ന്. അപ്പോൾ ഈ എക്കോ പോലെ സൗണ്ട് കേൾക്കും. നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേനും. ഞാൻ പിന്നെ കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് താഴെ ഇറങ്ങി വരും. പിന്നെ വീണ്ടും മേളിൽ കയറി പോവും, വീണ്ടും താഴെ ഇറങ്ങി വരും, കാഴ്ചകൾ കാണും. അങ്ങനെയൊക്കെ ആയിരുന്നു. പോകുന്ന വഴിക്ക് തന്നെ ട്രെയിൻ കുറച്ചേരം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടിരുന്നു. ആ സമയത്ത് ഞാനും ചേട്ടനും കൂടി ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അടുത്ത സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു. പോകുന്ന വഴിക്ക് നമ്മൾ കൂടുതലും കണ്ടത് നെൽകൃഷിയാണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെ നെൽകൃഷിയും പാടങ്ങളൊക്കെയാണ്. അങ്ങനെ 4.5 മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ചെങ്കോട്ടയിൽ എത്തിയേക്കാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടെ നിന്നാണ് അടുത്ത ഓട്ടോ പിടിച്ച് അവിടെ പോകാനായിട്ട്. ട്രെയിനിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് പോയത്. അവരുടെ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഓട്ടോയിലൊക്കെ കയറി നമ്മൾ പോവുകയാണ്. 15 മിനിറ്റ് യാത്രയുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീട് വരെയും പോകാനായിട്ട്. പോകുന്ന വഴിക്ക് അവിടെയും ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിൻ പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഗേറ്റ് അടച്ചിട്ടിരുന്നു. ഇളത്തൂരിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതലും കണ്ടത് മാമ്പഴത്തോട്ടങ്ങളായിരുന്നു. ഇഷ്ടംപോലെ മാമ്പഴത്തോട്ടങ്ങൾ 2 സൈഡിലായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ 15 മിനിറ്റിലെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഇവരെ കാണുന്നത്. നമ്മളെ കണ്ടതിന് സന്തോഷം അവർക്കും, അവരെ കണ്ടതിന് സന്തോഷം നമ്മൾക്കും ഉണ്ടായിരുന്നു. ഇതാണ് കല്യാണ വീട്. ഇത് അവരുടെ ബന്ധുക്കളെ വീടൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ എല്ലാവരുടെ ബന്ധുക്കളെ വീട്ടിലൊക്കെ പോയി ചുമ്മാ കറങ്ങിയടിക്കാൻ വേണ്ടി പോയി. ഇവരുടെ കസിൻസാണ്. അവരുടെ വീട്ടിലേക്കും പോകാമെന്നും പറഞ്ഞ് നമ്മൾ പോയി. ഇവിടെ കൂടുതലും അമ്പലങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളാണ്. അവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളുണ്ട്. നമ്മളവിടെയൊക്കെ പോയി എല്ലാം കണ്ടു. രാത്രിയായി. പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. രാവിലെ ഇറങ്ങിയോണ്ട് നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആവണം. അങ്ങനെ ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി താഴെ പോവുകയാണ്. നമ്മൾ താഴെ ചെന്നപ്പോഴത്തേനും അവിടെയുള്ള അമ്മമാരെല്ലാവരും നാളത്തേക്കുള്ള പൂവ് ഇട്ടാണ്. മല്ലിപ്പൂ, കനകാമ്പരപ്പൂ, അങ്ങനെ എല്ലാവരും അതിൻ്റെ ഒരു തിരക്കിലാണ്. കുറച്ച് നമ്മൾ അവിടെ നിന്ന് കറങ്ങി. എനിക്ക് പൂവൊന്നും കെട്ടാൻ അറിയില്ലെങ്കിലും കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ അവിടുത്തെ ആൾക്കാരുടെ കുറച്ചേരം സംസാരിച്ചു. പിന്നെ വരുന്ന ബന്ധുക്കൾക്ക് എല്ലാവർക്കും ചായ എടുക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. രാവിലെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കും ചേട്ടനും അമ്മയ്ക്കും അത് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. കേരളത്തിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഒരു ഓവർ കെയറിങ് ആയിരുന്നു അവിടെയുള്ള എല്ലാവർക്കും. പിന്നെ ചേട്ടൻ അവിടെ നിന്ന് എല്ലായിടത്തും സംസാരിക്കുന്നുണ്ട്. തമിഴ് അധികം അറിയില്ലെങ്കിലും എല്ലാം സംസാരിക്കും. കുറേശ്ശെ തമിഴ് പറഞ്ഞ് സംസാരിക്കും. ചായയൊക്കെ കുടിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് എല്ലാവരും ഒത്തിരിതാണ് കഴിക്കുന്നത്. സാമ്പാറും ചമ്മന്തിയും ഇഡ്ഡലിയായിരുന്നു. നാടൻ രീതിയിൽ വാഴയിലയിൽ തറയിലിരുന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അത് നല്ല രസമായിരുന്നു. എല്ലാവരും സംസാരിച്ച് എല്ലാവരും മുഖത്തൊക്കെ നോക്കി കളിയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. ഇവിടെ മാരേജ് റിസപ്ഷൻ വരുന്നവർക്ക് സ്വീറ്റ്സ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പം നമ്മുടെ പിള്ളേർ സെറ്റുകാരോട് ചേർന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
500 പേർക്കുള്ള സ്വീറ്റ്സാണ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തമാശകളൊക്കെ പറഞ്ഞ് ആണ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേര് സ്വീറ്റ്സ് പാക്ക് ചെയ്യും, കുറച്ച് പേര് പൂവ് കെട്ടും, അങ്ങനെയായിരുന്നു. അവസാനം നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും പൂവൊന്നും കിട്ടി തീർന്നില്ല. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് പോയി സംസാരിച്ചുകൊണ്ടിരുന്നു. രാത്രി 1 മണി ആയപ്പോഴത്തേനാണ് ഈ പൂവെല്ലാം കെട്ടിക്കഴിഞ്ഞത്. പിന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ കിടന്നുറങ്ങാൻ വേണ്ടി പോയി. നാളെ റിസപ്ഷൻ ഡേ ആണ്. റിസപ്ഷൻ ഡേയുടെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.